നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോയിൽ ക്ലേ യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു കമന്റ് ആയിരുന്നു ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ് ക്യാൻഡിൽ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ തന്നെ അത് റീക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ എക്സാക്ട് സെയിം ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കാലോ. നമ്മുടെ സോയിൽ ക്ലേ എടുത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് കുറച്ച് ബോൾസ് ഉണ്ടാക്കി എടുക്കലാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ടോട്ടലി ഒരു 25 ബോൾസ് ആണ്. ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം ഒരു സെയിം സൈസിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളത് വീട്ടിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന്റെ ബേസിലായിട്ട് ഒരു 9 ബോൾസും പിന്നെയുള്ള 2 സ്റ്റെപ്പും അതിന്റെ ചുറ്റും മാത്രം ഒട്ടിച്ചെടുത്താൽ മതി. അത് നിങ്ങൾ വീട്ടിൽ കാണുന്ന പോലെ ചെയ്യാം. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൂ ഒന്നല്ല യൂസ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ സോയിൽ ക്ലേ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ക്രാക്സ് ഉണ്ടായി കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഇതുപോലെ വെള്ളം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഫുള്ള് ചെയ്തിട്ട് ഒരു 1 to 2 days നമ്മൾ ഡ്രൈ ആക്കാൻ വെക്കണം. ഡ്രൈ ആക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. വെയിൽ കൊള്ളിക്കാണ്ട് വേണം ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സൺലൈറ്റിൽ വെക്കാതെ ഫാനിന്റെ ഒക്കെ ചോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് പെയിന്റ് ആണെന്ന് ഞാൻ കാണിക്കണില്ല. പെയിന്റ് ചെയ്താലാണ് അതിന്റെ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ എന്ന് എനിക്ക് അറിയാം. ഇപ്പൊ പിന്നെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ ഇടാൻ അത്യാവശ്യം ലാഗ് ആവുന്നുണ്ട്. പിന്നെ ഇത് പെയിന്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ സംഭവം ക്യാൻഡിലാണല്ലോ, അതുകൊണ്ട് തന്നെ സെന്ററിലായിട്ടൊരു ക്യാൻഡിൽ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ, സംഭവം റെഡി. ഈ ഫോം ക്ലേ വെച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ വെക്കുന്ന സമയത്ത് കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സോളിഡ് ക്ലേ അതുപോലെ എയർ ഡ്രൈ ക്ലേ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നമ്മൾ ഹ്യൂജ് ഗിവ് ഇവന്റെ കാര്യം മറക്കണ്ട. നമ്മളൊരു 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഒരു ഹ്യൂജ് ഗിവ് ഇവനെ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിനാണ് ഗിവ് അവേ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കളരൊക്കെ ഒന്ന് വേഗം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക.